ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച കൂന്തലിനെ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടത്, പച്ചമുളക്, തക്കാളി ഉള്ളിയെല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് മുറിച്ച് തന്നതാണ് ഇങ്ങനെ. പിന്നെ നമ്മളെ മെയിൻ താരമായ കൂന്തൽ, അത് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടി പെരക്കി വെച്ചാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടതും പച്ചമുളക് ചീന്തിയിട്ടതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് വഴണ്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തക്കാളിക്കുട്ടന്മാരെ അതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. തക്കാളിക്കുട്ടനെ മാത്രമല്ല, ഉള്ളീനെയും കൂടി തട്ടിക്കൊടുക്കണം. അങ്ങനെ നമ്മൾ തക്കാളി ഉള്ളിയും കൂടി എല്ലാം ചീനച്ചട്ടിയിൽ ഒപ്പരം ഇടുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മളിതിനകത്ത് ഇപ്പം വേറൊന്നും ചേർത്തിട്ടില്ല, ഇത് മാത്രം ചേർത്തൊന്ന് അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ. അതപ്പുറത്തുനിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ കറിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കുന്നുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി ഇത്രയും എണ്ണയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്ത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ വെള്ളം പോർന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മളെ അടുപ്പിലുള്ള തക്കാളി ഉള്ളിയെല്ലാം വഴറ്റാൻ വെച്ചതിൻ്റെ അകത്ത് നമ്മളെ കൂന്തലിനെയും കൂടി തട്ടിക്കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി പോർന്നിട്ട് നമ്മളെ കൂന്തൽ വേകാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂന്തലെല്ലാം ഇത് തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 തണ്ട് മല്ലിച്ചപ്പും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പിലയും കൂടി ഇടണേനും അതെൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. അപ്പം നമ്മളെ കൂന്തൽ ഫസ്റ്റ് തന്നെ നമ്മളെ കാത്തുക്കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കാത്തു കുളിച്ച് വന്നിട്ട് ഇവിടെ കൂന്തൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റായി നിൽക്കുന്നുണ്ട്. ഓള് കുളിച്ച് വന്നേ പാടായതുകൊണ്ടാണ് ഓളെ കോലം ഇങ്ങനെ. അങ്ങനെ നമ്മളെ കാത്തുക്കുട്ടി കൂന്തൽ തിന്നിട്ട് സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് എരിവ് ഉണ്ടായിപ്പോയിന്. അധികം എരിവൊക്കെ പറ്റൂല, എന്നാലും ഓള് തിന്നിന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.